നമസ്കാരം, ബോണീസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ ബോണി ജോസഫ്. കഴിഞ്ഞ 5 വീഡിയോകളിലായി നമ്മൾ ടെൻസിൻ്റെ 12 ഫോംസ്, അതായത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നിവയുടെ 4 സബ് കാറ്റഗറീസ് ഉൾപ്പെടെ 12 ഫോംസ് പഠിച്ചു. ഈ വീഡിയോ മുതൽ നമ്മൾ എങ്ങനെ ഈ 12 ഫോംസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതും അതിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരങ്ങൾ വരുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നുമാണ് പഠിക്കുന്നത്. യഥാസമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതും അതിന് ഇല്ല എന്നുത്തരം പറയുക എന്നുള്ളതും ലാംഗ്വേജിൽ മാത്രമല്ല നിത്യജീവിതത്തിലും വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. കറക്റ്റ് സമയത്ത് ഇല്ല എന്നുത്തരം പറയാൻ അറിയാത്തത് കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. അത് ചോദ്യങ്ങൾക്കാവട്ടെ, കമാൻഡുകൾക്കാകട്ടെ, റിക്വസ്റ്റുകൾക്കാകട്ടെ. ഇംഗ്ലീഷിൽ 4 തരം സെൻറ്റൻസ് ആണുള്ളത്. 1 അസേർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ്, അതായത് പ്രസ്താവനകൾ. 2 ഇൻ്ററോഗേറ്റീവ്, ചോദ്യങ്ങൾ. 3 ഇമ്പരറ്റീവ്, കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. 4 എക്സ്ക്ലമേറ്ററി, ആശ്ചര്യം അല്ലെങ്കിൽ സ്ട്രോങ് ഫീലിങ്സിനെ കാണിക്കാൻ. ഇതിൽ ഇമ്പരറ്റീവും എക്സ്ക്ലമേറ്ററിയും നമുക്ക് പിന്നൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിൽ അസേർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ്, പിന്നെ ഇൻ്ററോഗേറ്റീവ്, ഇത് രണ്ടും പഠിക്കാം. ഇൻ്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പോലീസ് ഇൻ്ററോഗേറ്റഡ് ദ ക്രിമിനൽ, ദ ഇൻ്ററോഗേഷൻ ഈസ് ഗോയിങ് ഓൺ. ഇൻ്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കൽ. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസ്. നമുക്ക് ആദ്യമായി സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഇൻ്ററോഗേറ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോമാറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ സിങ്, യു, വി, ദേ ഒക്കെ സിങ്, ഹി, ഷീ, ഇറ്റ് ഒക്കെ സിങ്സ്. നിങ്ങൾക്ക് ഓർമ്മിക്കാനും സൗകര്യത്തിനുമായി അതേ വേർബും അതേ കളർ തീമുമാണ് ഇനിയുള്ള വീഡിയോകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഐ സിങ്, യു സിങ്, ഹി സിങ്സ് എന്നതിനൊക്കെ പകരം നമുക്ക് വേർബ് മാറ്റി ഐ വർക്ക്, യു വർക്ക്, ഹി വർക്ക്സ്, ഐ ഗോ ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ എന്നൊക്കെ പറയാം. ഇതിന് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്, ഒരു പ്രസ്താവന. ഇനി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? അതിനുത്തരം ഐ സിങ്, ഐ വർക്ക്, ഐ ഗോ ടു സ്കൂൾ. വാട്ട് ഡു ദേ ഡു? ദേ സിങ്, ദേ വർക്ക്. വാട്ട് ഡസ് ഹി, ഷീ, ഇറ്റ് ഡു? ഹി സിങ്സ്, ഹി വർക്ക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത് വാട്ട് ഡു അല്ലെങ്കിൽ വാട്ട് ഡസ്. ക്വസ്റ്റ്യൻ ഫോമാറ്റ് വാട്ട് ഡു അല്ലെങ്കിൽ വാട്ട് ഡസ് സബ്ജക്റ്റ് ഡു. ആൻസർ ഫോമാറ്റ് സബ്ജക്റ്റ് V1, സബ്ജക്റ്റ് വേർബിൻ്റെ ബേസ് ഫോം, സബ്ജക്റ്റ് സിങ്. ഇതിന് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയും. ഈ ക്വസ്റ്റ്യന് ഇൻ്ററോഗേറ്റീവ് എന്നും പറയും. ചില എക്സാമ്പിൾസ്: വാട്ട് ഡു യു ഡു? അത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ സിങ്, അസേർട്ടീവ്. വാട്ട് ഡസ് ഹീ ഡു? ഇൻ്ററോഗേറ്റീവ്. ഹീ സിങ്സ്, അത് അസേർട്ടീവ്. ഇനി നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. ക്വസ്റ്റ്യൻ ടൈപ്പ് 2, ഡു യു സിങ്? ആദ്യം വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചിടത്ത് ഡു യു സിങ്, നീ പാടാറുണ്ടോ എന്നാണ് ചോദ്യം. അതിനുത്തരം യെസ്, ഐ സിങ്. ഡു ദേ സിങ്? യെസ്, ദേ സിങ്. ഡസ് ഹി ഓർ ഷീ സിങ്? യെസ്, ഹീ സിങ്സ്. ഈ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡു അല്ലെങ്കിൽ ഡസിലാണ്. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡു അല്ലെങ്കിൽ ഡസ്, സബ്ജക്റ്റ് V1. ആൻസർ ഫോർമാറ്റ് യെസ്, സബ്ജക്റ്റ് V1. ഈ ആൻസറിന്, യെസ് എന്ന് പറയുന്ന പോസിറ്റീവ് ആൻസറിന് അഫർമേറ്റീവ് എന്ന് പറയും. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവിൻ്റെ അഫർമേറ്റീവ് ഫോമാണ് യെസിൽ തുടങ്ങുന്ന ആൻസർ. ഇനി നമുക്ക് നോയിൽ തുടങ്ങുന്ന ആൻസർ നോക്കാം. ഡു യു സിങ്? നോ. ഐ ഡു നോട്ട് സിങ്. ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. ഐ ഡോണ്ട് സിങ്. ഡു ദേ സിങ്? നോ, ദേ ഡോണ്ട് സിങ്. ഡസ് ഹി ഓർ ഷീ സിങ്? നോ, ഹി ഡസൻ സിങ്. ആൻസർ ഫോമാറ്റ് നോ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് V1. ഇതിന് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവിൻ്റെ
നെഗറ്റീവ് ഫോം എന്ന് പറയും. എക്സാമ്പിൾസ്: ഡു യു സിങ്? യെസ് ഐ സിങ്. അല്ലെങ്കിൽ യെസ് ഐ ഡു എന്നും പറയാം. ഇത് അസർട്ടീവിൻ്റെ അഫർമേറ്റീവ്. നോ ഐ ഡോണ്ട് സിങ്, നോ ഐ ഡോണ്ട് എന്നുള്ളത് അസർട്ടീവിൻ്റെ നെഗറ്റീവ് ഫോം. ഡു യു വർക്ക്? യെസ് ഐ വർക്ക് അല്ലെങ്കിൽ യെസ് ഐ ഡു എന്നുള്ളത് അസർട്ടീവിൻ്റെ അഫർമേറ്റീവ്. നോ ഐ ഡോണ്ട് വർക്ക് ഓർ നോ ഐ ഡോണ്ട് ഇത് അസർട്ടീവിൻ്റെ നെഗറ്റീവ്. ഡസ് ഹീ സിങ്? അത് ഇൻട്രോഗേറ്റീവ് ആണ്. യെസ് ഹീ സിങ്സ് അത് അസർട്ടീവിൻ്റെ അഫർമേറ്റീവ്. നോ ഹി ഡസൻ സിങ് അല്ലെങ്കിൽ നോ ഹി ഡസൻറ്റ് എന്ന് പറയുന്നത് അസർട്ടീവിൻ്റെ നെഗറ്റീവ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 തരം സെൻറ്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. അതിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അഫർമേറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ, ഇമ്പരറ്റീവ് കമാൻഡ് ഓർ റിക്വസ്റ്റ്, എക്സ്ക്ലമേറ്ററി. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഇൻറ്ററോഗേറ്റീവ്, അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ്, അതിൻ്റെ തന്നെ അഫോർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ടെൻസ് ഫോമിൻ്റെ ഇൻറ്ററോഗേറ്റീവ് ഇനി വരുന്ന വീഡിയോകളിൽ. അതുവരെ ഗുഡ് ബൈ.